ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ലൈഫ് ചേഞ്ചിങ് വീഡിയോ ആണ്. ഇത് ഞാൻ വെറുതെ തള്ളുന്നതല്ല, ഇത് സത്യമാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നല്ല ക്ഷമയോടുകൂടി സ്കിപ്പടിക്കാതെ കാണാം. നമ്മുടെ 30 ദിവസത്തെ ചലഞ്ചിങ് കോഴ്സിൻ്റെ 2ാമത്തെ ദിവസമാണെന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ബേസിക് കൾച്ചർ. എന്താണ് ബേസിക് കൾച്ചർ? നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ആ ലാംഗ്വേജിൻ്റെ ബേസിക് കൾച്ചർ നമ്മൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. നമ്മളങ്ങനെ തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുമ്പോൾ നമ്മളറിയാതെ ആ ലാംഗ്വേജ് നമ്മളിലേക്ക് വരാൻ തുടങ്ങും. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമുക്കെല്ലാവർക്കും നീന്താൻ അറിയാം അല്ലേ? നീന്താൻ അറിയാലോ. നമ്മളെങ്ങനെ പഠിച്ചത്? നമ്മൾ നീന്തുകൊണ്ടേയിരുന്നു അല്ലേ? നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മളറിയാതെ ആ നീന്തൽ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം വന്നു അല്ലേ? നമ്മളറിയാതല്ല പഠിച്ചത്. പെർഫെക്ഷൻ അല്ലെങ്കിൽ നീന്തൽ പഠിഞ്ഞത് നമ്മളറിയാതെയാണ്. ഇത് മാത്രമല്ല, അത് ഡ്രൈവിംഗ് ആയിക്കോട്ടെ, സൈക്ലിംഗ് ആയിക്കോട്ടെ, ഏതൊരു കാര്യവും നമ്മൾ തുടർച്ചയായി ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ പെർഫെക്ഷൻ വരുന്നത് നമ്മളറിയാതെയാണ്. ഒരു ലാംഗ്വേജിൽ ഫ്ലുവൻസി വരുന്നത് നമ്മളറിയാതെയാണ്. സത്യമാണത്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? ബേസിക് കൾച്ചർ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നതാണ് ചമ്മലാണ് അല്ലേ? ചമ്മൽ. ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? പിന്നെ മറ്റുള്ളവർക്ക് ഇതല്ല പണി. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കിയെടുക്കല്ലേ? ഈ ഒരു മോഡേൺ വേൾഡിൽ ചമ്മൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നതിൻ്റെ പാടില്ല. ഈ നാളതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. നമ്മുടെ ഉള്ളിൽ ഈ ചമ്മലായിട്ട് ഇങ്ങനെ നടന്നാണല്ലോ, ഇമ്പ്രൂവ്മെൻ്റ് ഒരിക്കലും വരില്ല. എങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് വരിക? അപ്പം അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. പിന്നെ സമയമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്, എക്സ്ക്യൂസാണ് അതൊക്കെ അല്ലേ? എല്ലാവർക്കും ഒരുപോലെ അല്ലേ? എല്ലാവർക്കും 24 മണിക്കൂറാണ് ഒരു ദിവസം. എനിക്കും 24 മണിക്കൂർ, നിങ്ങൾക്ക് 24 മണിക്കൂർ അല്ലേ? എല്ലാവർക്കും എന്താണ് 24 hours ആണ്. അപ്പം സമയമില്ല അല്ലെങ്കിൽ അവസരമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. പറയാൻ അവസരമില്ല. നമ്മൾ വീട്ടിലുണ്ടല്ലോ, കുട്ടികളുണ്ട് അല്ലേ? നമുക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മുടെ ഫാമിലി തന്നെയാണ്. കുട്ടികളോട് പറയാം അല്ലേ? ഇവിടെയൊക്കെ പറയാമല്ലോ, കാരണം ഇവിടെ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ബേസിക് കൾച്ചർ, നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ബേസിക് കൾച്ചർ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ ബേസിക് കൾച്ചറിൽ ഒന്നാമതാണ്, നമ്മളെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അല്ലേ, സഹായം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നമ്മളെ സഹായിക്കുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും പറയേണ്ട ഒരു കാര്യം ഉണ്ടെന്നറിയോ? എന്താണ്? താങ്ക് യു. പറയണ്ടേ? താങ്ക് യു. ഇത് പറയാൻ പല രീതിയുണ്ട്. താങ്ക് യു എന്ന് പറയാം, അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. നമ്മൾ കംപ്ലീറ്റ് പറയുകയാണെങ്കിൽ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ്. ING പറയാം ഫോറിന് ശേഷം. താങ്ക് യു ഫോർ എന്നോ അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ എന്ന് പറയാം, അതിന് ശേഷം നേരെ ING പറയാം. താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ്. ഇത് പറയാൻ നമുക്ക് ഒരുപാട് അവസരങ്ങളില്ലേ? എന്നും അവസരമുണ്ട്, പക്ഷെ പറയാറുണ്ടോ? ഇല്ല. എന്താ? ചമ്മൽ. എന്നാൽ ചമ്മലാണ്. നമ്മളെ ഒരു വ്യക്തി ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ ഡ്രോപ്പ് ചെയ്തു. നമ്മൾ ഇറങ്ങിയിട്ട് നിർബന്ധമായിട്ട് നമ്മൾ അവിടെ പറയണം. എന്ത് പറയണം? താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. അല്ലെങ്കിൽ ഇതെങ്കിലും പറയണം, താങ്ക് യു സോ മച്ച്, അല്ലെങ്കിൽ താങ്ക് യു എങ്കിലും പറയണം. നമ്മൾ പറയാറുണ്ടോ? പറയാറില്ല. നമ്മളവിടെ പെണ്ണ് കാണാൻ പോയമായിരിക്കും അല്ലേ? അവിടെ ബൈക്കിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ കാലിൽ നിന്ന് ഇറങ്ങിയിട്ട് ചില ആളുകൾ ഒന്നും പറയില്ല. ആ ഡ്രോപ്പ് ചെയ്ത വ്യക്തി ഉണ്ടല്ലോ, അയാൾ കാത്തിരിക്കണം എന്തെങ്കിലും പറയുക വിചാരിച്ച്. ഒന്നും പറയില്ല, ഒന്നും പറയാതെ പോകും. എന്താണ്? നമ്മൾ ചമ്മലാണ്. നമ്മൾ പറഞ്ഞാൽ മറ്റുള്ളവർ അതൊക്കെ നിർത്തി വെക്കണം. നിങ്ങൾ ഇറങ്ങണത്തേക്ക് അങ്ങ് പറയണം. ആ ഒരു ചമ്മലൊക്കെ ഒഴിവാക്കിയിട്ട് അവൻ റിപ്ലൈ തരാതെ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യണം. അപ്പം ഇന്ന് മുതൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ചെയ്യുന്ന അല്ലെങ്കിൽ ആരായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായി ആരും ആയിക്കോട്ടെ,
നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും താങ്ക് യു പറഞ്ഞിരിക്കണം. അതൊരു ശീലാക്കണം. അങ്ങനെ നമ്മൾ ആ ശീലാക്കുമ്പോൾ പറയേണ്ട സാഹചര്യത്തിൽ നമ്മളറിയാതെ പറയും. ഇംഗ്ലീഷ് വരും. നമ്മൾ പറയാറില്ലേ, പറയേണ്ട സാഹചര്യം വരുമ്പോൾ ഇംഗ്ലീഷ് വരുന്നില്ല. എന്താ കാരണം എന്നറിയോ? അതിന് കാരണം ഈ ലാംഗ്വേജിൻ്റെ ബേസിക് കൾച്ചർ നമ്മൾ ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അല്ലേ ആ ഒരു സാഹചര്യങ്ങൾ വരും, ഓട്ടോമാറ്റിക് വരും. സത്യമാണത്. അപ്പോൾ എന്താണ്, നിങ്ങൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ പറയണം താങ്ക് യു സോ മച്ച്, അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്, അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ്. ഇനി ഇങ്ങനെ പറയാം, ഞാൻ പറഞ്ഞല്ലോ താങ്ക് യു സോ മച്ച് ഫോർ എന്ന് പറയാം, എന്നിട്ട് ING പറയാം. ഞാൻ ഒരു ഉദാഹരണം പറയാണ്. നിങ്ങൾ എന്നെ ക്ഷണിച്ചു, നിങ്ങളുടെ വീട്ടിൽ പ്രോഗ്രാം ഉണ്ട്, എന്നെ ക്ഷണിച്ചു, ഞാൻ വന്നു, നിങ്ങൾ സന്തോഷമായി. അപ്പോൾ നിങ്ങൾ പറയണം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച് ഫോർ എന്ന് പറയാം, എന്നിട്ട് ING പറയാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്, താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്, താങ്ക് യു സോ മച്ച് ഫോർ, അത് കഴിഞ്ഞിട്ട് ING ഫോർ. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിലോ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പറയണം താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. അപ്പോൾ ഇന്ന് മുതൽ തുടങ്ങുക. ഓക്കെ, ആരെക്കൂടെ പറയാം, ഇത് പറയാം. ക്ലിയർ? ഇനി നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു വിചാരിക്കാം. അടുത്ത ബേസിക് കൾച്ചറിലാണ്. ഇനി നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു വിചാരിക്കാം താങ്ക് യു, അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് പറഞ്ഞു വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ അവിടെ മടിക്കാതെ നിങ്ങൾ പറയണം. എന്ന് പറയണം യു ആർ വെൽക്കം. വെൽക്കം എന്ന് മാത്രം പറയാതെ യു ആർ വെൽക്കം എന്ന് കമ്പനി പറയാം. യു ആർ വെൽക്കം. അതൊരു ശീലാക്കണം നിങ്ങൾ. യു ആർ വെൽക്കം അല്ലേ? താങ്ക് യു എന്ന് പലരും പറയാറില്ലല്ലോ. നിങ്ങൾ പറയാറില്ലേ? നിങ്ങൾ ഇന്ന് മറുപടി കൊടുക്കാറുണ്ടോ? ഇല്ല. താങ്ക് യു സോ മച്ച്. ഓക്കെ, ആയിക്കോട്ടെ എന്ന് പറയാതെ എന്ത് പറയാം അവിടെ? യെസ്, യു ആർ വെൽക്കം. യു ആർ വെൽക്കം. അതൊരു ഹാബിറ്റ് ആക്കണം. യു ആർ വെൽക്കം, യു ആർ വെൽക്കം, യു ആർ വെൽക്കം അല്ലേ? നമ്മൾ പറയാറേ ഇല്ലല്ലേ? നമ്മളൊരാൾ സഹായിച്ചു, അദ്ദേഹം താങ്ക് യു പറഞ്ഞു, ഓക്കെ, നമ്മൾ ഓക്കെ. ചില ആളുകൾ ഒന്നും പറയില്ല. അപ്പോൾ നിർബന്ധമായിട്ടും പറയണം. എന്താണ്? നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം താങ്ക് യു സോ മച്ച് ഫോർ യർ ഹെൽപ്പ്. ഇനി നിങ്ങളോടാണ് താങ്ക് യു പറയുന്നതെങ്കിലോ നിങ്ങൾ നിർബന്ധമായിട്ട് യു ആർ വെൽക്കം. അപ്പോൾ ഇന്ന് മുതൽ ഇതൊക്കെ തുടങ്ങണം. നിങ്ങൾ അതെങ്ങനെ ശീലമാക്കണം. ആക്കി എന്താണ് പറയേണ്ട സാഹചര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി വരാൻ തുടങ്ങുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. രണ്ടാമത് ഇനി അടുത്താണ് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു വിചാരിക്കാം. ചെറുതായിക്കോട്ടെ, വലുതായിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾ അറിയാതെ ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, ഒരു തെറ്റ് വന്ന് പോയി വിചാരിക്കാം. മിസ്റ്റേക്സ് വന്നാൽ നിങ്ങൾ ആ വ്യക്തിയോട് നിങ്ങളുടെ മുന്നിൽ ആരാണോ ഉള്ളത്, ഓക്കെ, ആ വ്യക്തിയോട് എന്ത് ചെയ്യുക? നിങ്ങൾ സോറി പറയണം. അതിന് മടിക്കരുത്. ഞാൻ സോറി പറയണോ? ചെറുതായിക്കോട്ടെ, ആ വ്യക്തി ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക? സോറി പറയാം. ഐ എം സോറി എന്ന് പറയാം. ഐ എം സോറി അല്ലെങ്കിൽ ഐ ആം റിയലി സോറി. ഐ ആം സോറി അല്ലെങ്കിൽ ഐ ആം റിയലി സോറി. ഇത് പറയാനും മടിയാണ് നമുക്ക്. ഇത് നിങ്ങൾ മടിക്കാതെ പറയണം. ഇതൊക്കെ എന്താണെന്ന് പറയുക? ഇതൊക്കെ നമ്മൾ ആ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മളങ്ങനെ ശീലാക്കണം. ഓക്കെ. അപ്പം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ എന്താ പറയുക? ഐ എം സോറി അല്ലെങ്കിൽ ഐ ആം റിയലി സോറി എന്ന് പറയാം. ഇനി അടുത്താണ് നിങ്ങളോടാണ് ആരെങ്കിലും സോറി എന്ന് പറയുക. അപ്പം ഞാൻ നിങ്ങളോട് പറയാണ് ഐ ആം റിയലി സോറി. അപ്പം നിങ്ങളവിടെ എന്താണ് എന്ന് പറയാതെ എന്ത് പറയുക? അത് റിപ്ലൈ കൊടുക്കുക. എങ്ങനെ കൊടുക്കുക? ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ഡോണ്ട് വറി. ഇറ്റ്സ് ഫൈൻ, ഡോണ്ട് വറി. ഇറ്റ്സ് ഫൈൻ, ഡോണ്ട് വറി. ഇത് നിങ്ങൾ പറയണം. അത് സാഹചര്യം ഉണ്ടാക്കാൻ ഒരു ആവശ്യമില്ല. എത്ര തവണ നിങ്ങൾ കേൾക്കുന്നതാണല്ലേ? ചെറിയ കുട്ടി പോലും അല്ലേ, ചെറിയ കുട്ടികൾ പറയാറില്ലേ സോറി? സാധാരണ നമ്മൾ കേൾക്കുന്ന വേർഡാണ് സോറി. കേൾക്കുമ്പോൾ നമ്മൾ മനഃപൂർവ്വം പറയാൻ വേണ്ടി ശ്രമിക്കുക. അതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുക ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. സാഹചര്യങ്ങളനുസരിച്ച് അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക്കലി വരും. അത് ഈ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഓട്ടോമാറ്റിക്കലി വരണം. ഒരാൾ സോറി പറയുമ്പോൾ അപ്പം തന്നെ നിങ്ങൾ എന്ത് വേണമെന്ന് പറയാം? യെസ്, ഇറ്റ്സ് ഫൈൻ, ഡോണ്ട് വറി. ഇറ്റ്സ് ഫൈൻ, ഡോണ്ട് വറി. ഇറ്റ്സ് ഫൈൻ, ഡോണ്ട് വറി. നമ്മൾ പറയാറുണ്ടോ? ഇനി അടുത്തതാണ് നമ്മൾ മറ്റുള്ളവരെ ജസ്റ്റ് പുകഴ്ത്തി പറയാം. ജസ്റ്റ് പ്രൈസ് ചെയ്യുക, പുകഴ്ത്തി പറയാം. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങളുടെ ഫ്രണ്ട് ഒരു പുതിയ ടീഷർട്ടോ അല്ലെങ്കിൽ ഷർട്ടോ ധരിച്ചു വന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? പ്രൈസ് ചെയ്യുക. എന്ന് പോയിട്ട് പറയാം, വാ, യുവർ ഷർട്ട് ഈസ് വെരി നൈസ്. യുവർ ഷർട്ട് ഈസ് വെരി നൈസ്.
അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം യുവർ ഷർട്ട് ഈസ് ലുക്കിംഗ് വെരി നൈസ്. അല്ലാതെ ഈ ഷർട്ട് 100 രൂപ 4 അവിടെ കിട്ടും എന്ന് പറയരുത്. ജസ്റ്റ് ഇത് പുകഴ്ത്തി പറയാം. അതുപോലെ ബോയ്സൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ പറയാം ടുഡേ യു ആർ ലുക്കിംഗ് വെരി ഹാൻസം. ടുഡേ യു ആർ ലുക്കിംഗ് വെരി ഹാൻസം. അതുപോലെ ഗേൾസൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ പറയാം ടുഡേ യു ആർ ലുക്കിംഗ് ഗോർജിയസ്. ടുഡേ യു ആർ ലുക്കിംഗ് ഗോർജിയസ്. ഗോർജിയസ് ഗോർജിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ബ്യൂട്ടിഫുൾ. മാറിപ്പോയത് വാവ് ടുഡേ യു ആർ ലുക്കിംഗ് ജോഗ്രഫി. ജോഗ്രഫി അല്ല, ഗോർജിയസ്. നിങ്ങൾ കാര്യം ചെയ്യുക, നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്ററിൽ ആ ബുക്ക് ഉണ്ടല്ലോ, ആ ബുക്കിൽ പേജ് നമ്പർ 678, പേജ് നമ്പർ 678 ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ശരിക്കൊന്ന് വായിക്കാം. ഇതൊക്കെ വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ റിയൽ ലൈഫിൽ പറയണത് പുകഴ്ത്തി പറയണം. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ റിയൽ ലൈഫിൽ എന്ത് ചെയ്യണം, അത് ശീലാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ ഒരു കാര്യം ചെയ്യുക, ആ 678 ഓപ്പൺ ആക്കിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു എവരിവൺ.